നമസ്കാരം. ഒന്നായി തുടരാമെന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആനത്തരം കണ്ട എല്ലാവരെയും കച്ചവടങ്ങൾ നടക്കുക. പാവപ്പെട്ടവർക്കും കയറിക്കിടക്കാടം ഇല്ലാത്തവർക്കൊന്നുമില്ല. സോണിയാഗാന്ധി തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ഞങ്ങൾക്ക് 2013 ഈ പട്ടം തന്നത്. 2013 കഴിഞ്ഞപ്പോൾ 15 കഴിഞ്ഞ് 16-ാമത്തേതായിട്ടും ഇതുവരെ അവർ അനങ്ങുന്നില്ല. ഇതിപ്പോൾ എന്തിനാ 3 സെൻറ്റ് നിലം വീട് വെക്കാനാന്ന് പറഞ്ഞിട്ട് ഈ പാറപ്പുറം തരുന്നത്? ഉമ്മൻചാണ്ടി സർക്കാർ പറ്റിച്ചതാണ്, അല്ല വേറെ ആരുമല്ല. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ ജനകീയ ആവശ്യമായി ഉയർന്ന ഒന്നായിരുന്നു അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക എന്നത്. അപ്പോൾ സർക്കാർ വന്നപ്പോൾ വലിയ മുൻഗണന ഇതിന് നൽകി. ഇതുകൊണ്ട് സർക്കാർ പൂർണ്ണമായി തൃപ്തരാവുകയല്ല. ഇനിയും ചിലർക്ക് കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ളവരുടെ പ്രശ്നം ഗൗരവമായിട്ട് തന്നെ സർക്കാർ കാണുകയാണ്. അതിവേഗതയിൽ അത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കുന്നത്. ഉറപ്പുള്ള വാക്കിൽ നിന്നും ഉയർക്കുന്ന നേരും കൊണ്ടേ ഉടച്ചൊന്നു വാർത്തു നമ്മൾ നാടിൻ രൂപം. UDF സർക്കാരിൻ്റെ അവസാന കാലത്ത് എന്ന് വെച്ചാൽ 2016 മാർച്ച് 23 വന്ന വാർത്ത. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഫെബ്രുവരി ഒടുവിലത്തെ ആഴ്ചയിൽ 4 മന്ത്രിസഭാ യോഗങ്ങളാണ് ചേർന്നത്. 400ഓളം ഫയലുകൾ അജണ്ടയ്ക്ക് പുറത്തുനിന്ന് പരിഗണിച്ചു. 220 തീരുമാനങ്ങളെടുത്തു. ഇതിൽ 182 തീരുമാനങ്ങളും ഭൂമാഫിയയ്ക്ക് വേണ്ടി റവന്യൂ വകുപ്പ് നടത്തിയ ഇടപെടലുകളായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ആഴ്ചയിൽ മാത്രം ചേർന്നത് 4 മന്ത്രിസഭാ യോഗങ്ങൾ, 400ഓളം അജണ്ടകൾ, 220 തീരുമാനങ്ങൾ. അതിൽ 182 എണ്ണവും ഭൂമാഫിയയ്ക്ക് വേണ്ടി. 2500 ഏക്കർ ഭൂമിയാണ് പതിച്ചു നൽകാൻ തീരുമാനിച്ചത്. കടുംവെട്ട് മന്ത്രിസഭയുടെ കടുംവെട്ട് തീരുമാനം. കരുണ എസ്റ്റേറ്റിന്റെ 833 ഏക്കർ ഭൂമിക്ക് കരമൊടുക്കാൻ നൽകിയ അനുമതി, മെത്രാൻ കായൽ നികത്തൽ, കടമക്കുടി നിലനികത്തൽ, വൈക്കത്ത് ചെമ്പിൽ 127 ഏക്കർ നിലനികത്തൽ, ഇടുക്കിയിലെ പീരുമേടിൽ ഹോസ് പ്ലാന്റേഷന് 728 ഏക്കർ ഭൂമിക്ക് അംഗീകാരം നൽകൽ തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം ഫെബ്രുവരി അവസാന ആഴ്ചയിലെ മന്ത്രിസഭാ യോഗങ്ങളിലായിരുന്നു. 182 തീരുമാനങ്ങളിലൂടെ 2500ഓളം ഏക്കർ ഭൂമി പതിച്ചു നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം. വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു സർക്കാരിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ 4 മന്ത്രിസഭാ യോഗം ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഭൂമാഫിയയ്ക്ക് വേണ്ടി. കേരളം ഭരിച്ചത് UDF സർക്കാരാണോ അതല്ല ഭൂമാഫിയയാണോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടത്. ഭൂമി പതിച്ചു നൽകിയവരിൽ സന്തോഷ് മാധവനുമുണ്ട്. ആരാണ് സന്തോഷ് മാധവൻ? വിവാദസ്വാമി. പ്രായപൂർത്തിയാകാത്ത 12 പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് ജയിലിൽ കിടന്ന കൊടും കുറ്റവാളി. കട്ടപ്പനയിലെ പെട്ടിക്കട നടത്തിപ്പുകാരനിൽ നിന്ന് അമൃത ചൈതന്യ എന്ന തട്ടിപ്പുകാരനിലേക്ക് രൂപം മാറിയ സന്തോഷ് മാധവൻ. ഇങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിക്ക് വേണ്ടി ഒരു മന്ത്രിസഭ തന്നെ തീരുമാനമെടുക്കുക, അതാണ് 2011-16 കാലത്തെ UDF ഭരണത്തിൽ നടന്നത്. 127 ഏക്കർ ഭൂമിയാണ് നികത്താൻ സന്തോഷ് മാധവന് സർക്കാർ അനുമതി നൽകിയത്. UDF സർക്കാരിലെ റവന്യൂ മന്ത്രിയായിരുന്നു അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് സന്തോഷ് മാധവൻ എന്ന കൊടും കുറ്റവാളിക്ക് ഭൂമി പതിച്ചു നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. വൻ പ്രതിഷേധം ഉയർന്നു വന്നു. സംസ്ഥാനത്ത് എങ്ങും പ്രതിഷേധമായിരുന്നു. അതോടൊപ്പം അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലും പ്രതിഷേധം വന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ അടൂർ പ്രകാശിന് സീറ്റ് നൽകരുത് എന്ന് ആവശ്യപ്പെട്ടു. ഭൂമിദാന വിഷയത്തിലും റേഷൻ ഷോപ്പ് അനുവദിച്ചതിലും അഴിമതി ആരോപണ വിധേയനായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ടാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് VM സുധീറിന് കത്തയച്ചത്. കേരളത്തിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായതും അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവിധ പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള
ഒരു വ്യക്തി എന്നുള്ള നിലയിലും റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിന് കോന്നി മണ്ഡലത്തിൽ ഇനിയും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്നുള്ളതാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ആവശ്യം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ ജില്ലകളിൽ വിവിധ രൂപത്തിലായിരുന്നു തട്ടിപ്പ്. തടയേണ്ട സർക്കാർ കണ്ണടച്ചിരുന്നു. ഭൂമാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊണ്ടത് എന്ന് വ്യക്തമാക്കുന്ന അന്നത്തെ വാർത്തകൾ കാണാം. പത്തനംതിട്ട ജില്ലയിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കണമെന്നും വ്യക്തികളും ട്രസ്റ്റുകളും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന 716 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്നും പശ്ചിമഘട്ട സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു വ്യക്തി 10 ഏക്കറിൽ കൂടുതലും ഒരു കുടുംബം 15 ഏക്കറിൽ കൂടുതലും ഭൂമി കൈവശം വയ്ക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുടെ ലംഘനമാണ് ജില്ലയിൽ നടക്കുന്നതെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും പശ്ചിമഘട്ട സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി റജി മലയാലപ്പുഴ പറഞ്ഞു. വൈറ്റില ജനതയിൽ 6 ഏക്കർ സ്ഥലത്താണ് DLFന്റെ ഫ്ളാറ്റ് സമുച്ചയം. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്രയ്ക്ക് കൂടി പങ്കുള്ളതാണ് ഫ്ളാറ്റ്. ഫ്ളാറ്റിന് തൊട്ടുപിന്നിലുള്ള ചിലവന്നൂർ കായൽ DLF 2 ഏക്കറോളം നികത്തി കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭൂമി പതിച്ചെടുക്കാൻ DLF ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. വില്ലേജ് ഓഫീസിലും കോർപ്പറേഷനിലും RDOനും കലക്ടർക്ക് വരെ ഇതിൻ്റെ പരാതികൾ കൊടുക്കുകയും ഫലപ്രദമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ചീനാട് വില്ലേജിലെ 43 നിർധന കുടുംബങ്ങൾക്കായി സർക്കാർ കണ്ടെത്തിയ ഭൂമിയാണിത്. പ്രവർത്തനം നിർത്തിയ കരിങ്കൽ കൂറയും മൊട്ടപ്പാറയും മാത്രമാണ് ഇവിടെ കാണാനാവുക. വാഗമൺ മൊട്ടക്കുന്നിന് സമീപത്തെ കണ്ണായ 40 ഏക്കർ ഭൂമിയാണ് കയ്യേറ്റക്കാരുടെ കൈകളിൽ നിഷ്പ്രയാസം എത്തിയത്. ഇവിടെ വേലി കെട്ടിത്തിരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞു. റവന്യൂ അധികാരികളാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ. പത്തനംതിട്ട പള്ളിക്കൽ വില്ലേജിൽ 72 സെന്റ് റോഡ് പുറമ്പോക്ക് ഭൂമിയാണ് 1964 കേരള ഭൂമി പതിവ് ചട്ടം ലംഘിച്ച് പതിച്ചു നൽകാൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉത്തരവിട്ടത്. ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭൂമിയും പെരിയാർ വാലി കനാലും ചേരുന്ന ഭാഗത്താണ് അനധികൃത നിർമ്മാണം. കയ്യേറിയ ഭൂമിയിൽ നടക്കുന്ന നിർമ്മാണത്തിനായി ഇവിടെ നിന്ന് വൻതുകയുടെ മരവും ലോഡ് കണക്കിന് മണ്ണും വിൽപ്പന നടത്തിയിട്ടുണ്ട്. കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 17 ഏക്കർ മിച്ചഭൂമിയും 60 ഏക്കറോളം വരുന്ന വനഭൂമിയും വർഷങ്ങളായി സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ സ്ഥലം വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും പ്രദേശത്തിന് പുറത്ത് താമസമുള്ളവർ. ജനവാസ കേന്ദ്രത്തിലേക്ക് റോഡ് എന്ന പേരിൽ ഈ വനഭൂമിയിലേക്ക് റോഡ് നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു. 3.5 മീറ്റർ വീതിയിൽ തേങ്കര 7ാം കടവ് വരെ മലയിടിച്ചാണ് റോഡ് നിർമ്മാണം. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ജനവാസമുള്ള പല സ്ഥലങ്ങളിലും റോഡിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും വനത്തിനകത്തെ ഈ സ്വകാര്യ കയ്യേറ്റ ഭൂമിയിലേക്ക് 2 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മാണത്തിനായി 1,75 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വനമേഖല അടക്കം 80ഓളം ഏക്കർ സ്ഥലമാണ് ഇപ്പം ഇവർ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഭാവിയിലേക്ക് കഷർ പോറ മുതലായ തുടങ്ങുന്നതിന് പല ഏജൻസികളും ഇവിടെ സ്ഥലം എടുത്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാർപ്പിടാവകാശ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മാലിപ്പുറത്തെ സർക്കാർ ഭൂമി കയ്യേറിയ ഭൂമിയിൽ 68 കുടുംബങ്ങൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. വീടില്ലാത്ത തങ്ങൾക്ക് സർക്കാർ ഭൂമി പതിച്ചു നൽകണമെന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം. 100 കണക്കിന് ഏക്കർ ഭൂമിയാണ് കുത്തകകൾക്കും റിയൽ എസ്റ്റേറ്റ് ടൂറിസ്റ്റ് മാഫിയകൾക്കും സർക്കാർ സൗജന്യ വിലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാട്ടകാലാവധി കഴിഞ്ഞ സർക്കാർ ഭൂമി 100 കണക്കിന് ഏക്കറാണ് പല കുത്തകളും കൈവശം വെച്ചിരിക്കുന്നത്. പോലീസ് ക്യാമ്പിന് സമീപം സർവേ നമ്പർ 912-ൽപ്പെട്ട ഭൂമിയാണ് കയ്യേറ്റക്കാർ കൈവശപ്പെടുത്തിയത്. ഇവിടെ 3 ഷെഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നതിനായി അളന്നു തിരിച്ച സ്ഥലമാണ് സ്വകാര്യ വ്യക്തികൾ സ്വന്തമാക്കിയിരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ 97 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതം പതിച്ചു നൽകാനായിരുന്നു അന്ന് ഭൂമി അളന്നു തിരിച്ചിട്ടത്. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഭൂമി നൽകാൻ സ്ഥലമില്ലെന്ന് സർക്കാർ പറയുമ്പോഴാണ് കുത്തകപ്പാട്ടം ഇനത്തിൽ സംസ്ഥാനത്ത് മൊത്തം നൽകിയ ഭൂമിയുടെ കണക്കുകൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് വ്യക്തികളും സ്ഥാപനങ്ങളും കൈവശം വെച്ചിരിക്കുന്നത് 64,750.16 ഏക്കർ ഭൂമിയാണെന്ന് വിവരാവകാശ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. തെന്മല ഉറുകുന്നിൽ നേതാജിയിലെ 11 ഏക്കർ റവന്യൂ ഭൂമിയിലാണ് പട്ടയം ലഭിച്ചിട്ടും ഭൂമി കിട്ടാത്ത 150ഓളം കുടുംബങ്ങൾ കുടിൽകെട്ടി KSKTUവിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയത്. 2013 ഉമ്മൻചാണ്ടി സർക്കാർ സോണിയാഗാന്ധിയെ കൊണ്ടാണ് ഉറുകുന്നിൽ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർക്ക് കുത്തകപ്പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയിൽ നിന്ന് 3 സെന്റ് വീതം ഈ കുടുംബങ്ങൾക്ക് പട്ടയരേഖകൾ വിതരണം ചെയ്യിച്ചത്. എന്നാൽ 3 വർഷം പിന്നിട്ടും ഭൂമി ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരമെന്ന് വഞ്ചിതരായവർ പറഞ്ഞു. കല്ലോടിക്കുന്ന്, മാതമംഗലം, കോട്ടക്കൊല്ലി എന്നിവിടങ്ങളിലെ 35 ഏക്കർ ഭൂമി 1970-ൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സർക്കാർ മിച്ചഭൂമിയായി പിടിച്ചെടുത്തതാണ്. എന്നാൽ പിന്നീട് ഇതേ ഭൂമി ആദിവാസികൾക്ക് നൽകാൻ ധാരണയായി. ഇതിനിടെ മുൻ ജന്മി തന്നെ പലർക്കായി ഭൂമി വിൽപ്പന നടത്തിയിരുന്നു. ഈ ഭൂമിയിൽ 54 കുടുംബങ്ങൾ 38 വർഷമായി താമസിക്കുകയാണ്. ഇവർക്ക് പട്ടയവും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമി
ആദിവാസികൾക്ക് വിതരണം ചെയ്തതായി 1976 രേഖയുണ്ടാക്കുകയും ചെയ്തു. ചില ആദിവാസി സംഘടനകൾ നൽകിയ ഹർജിയിലാണ് ഭൂമി തിരിച്ചുപിടിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കുന്ന ഉത്തരവുകൾ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലം വകവയ്ക്കാതെയാണ് റവന്യൂ വകുപ്പ് വീണ്ടും ഭൂപരിധിയിൽ ഇളവ് നൽകി ഉത്തരവിറക്കിയത്. സ്വകാര്യ മേഖലയിൽ ഹൈടെക് IT പാർക്കുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് എറണാകുളം വടക്കൻ പറവൂർ പുത്തമ്പേലിക്കര വില്ലേജിൽ 95.44 ഏക്കർ ഭൂമിക്കും തൃശൂർ ജില്ലയിലെ മടത്തുംപടി വില്ലേജിലെ 32.41 ഏക്കർ സ്ഥലത്തിനും ഭൂപരിധിയിൽ ഇളവ് നൽകി ഉത്തരവിറക്കിയത്. സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് സർക്കാർ കുട്ടിഘോഷിച്ച് നടത്തിയ ഭൂമി വിതരണ പദ്ധതി എങ്ങനെ താളം തെറ്റുന്നു എന്നറിയണമെങ്കിൽ തിരുവനന്തപുരത്തെ ബോണക്കാട് എസ്റ്റേറ്റിലെ കല്ലിട്ട് തിരിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ എത്തിയാൽ മതി. ഇവിടുത്തെ 160 ഏക്കർ ഭൂമിയുടെ പട്ടയമാണ് 2500 ഭൂരഹിതർക്ക് വിതരണം ചെയ്തത്. ഉടമസ്ഥരായ മഹാവീർ പ്ലാന്റേഷന് അനുകൂലമായി കോടതി ഉത്തരവുള്ളതിനാൽ ഭൂരഹിതർക്ക് ഉടനെ ഭൂമിയിൽ പ്രവേശിക്കാനാകില്ല. കേസും നിയമക്കുരുക്കുകളും തീർന്ന് ഭൂമിയിൽ പ്രവേശിക്കണമെങ്കിൽ വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും. ഭൂമാഫിയയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ UDF സർക്കാർ. സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും രംഗത്ത് വരേണ്ടി വന്നു. ഭരണകക്ഷി നേതാക്കൾ രംഗത്ത് വരിക, സ്വാഭാവികമായും പ്രതിപക്ഷം പ്രതിഷേധിക്കും. എന്നാൽ ഭരണകക്ഷി നേതാക്കൾ തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വരുന്ന അനുഭവമുണ്ടായി UDF സർക്കാരിന്റെ കാലത്ത്. അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിനെതിരെ പ്രതിപക്ഷത്തിനു പിന്നാലെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ഭേദഗതി കയ്യേറ്റക്കാരെ സഹായിക്കാനാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ തുറന്നടിച്ചു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഈ കാര്യം പാർട്ടിയിൽ ഉന്നയിക്കുകയും പാർട്ടി സർക്കാർ ഏകോപന സമിതിയിൽ ഉന്നയിക്കുകയും ഇത് പിൻവലിക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തിയായി പറയുകയും ചെയ്യും. ചട്ടഭേദഗതിക്കെതിരെ TN പ്രതാപൻ, VT ബലറാം തുടങ്ങിയ MLA-മാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും KPCC അധ്യക്ഷനെ പ്രതിഷേധം അറിയിച്ചു. ടൂറിസം ഉടമകൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഈ നിയമത്തിന്റെ വ്യാഖ്യാനം വരികയുള്ളൂ. അതുകൊണ്ട് ഈ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കണം. റവന്യൂ വകുപ്പിന് ഒരു വെളിപ്പേരുണ്ടായിരുന്നു, കൈക്കൂലി വകുപ്പ്, അഴിമതി വകുപ്പ് എന്ന്. വില്ലേജ് ഓഫീസിലെ ജീവനക്കാരൻ മുതൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ ഉദ്യോഗസ്ഥൻ വരെ കൈക്കൂലി വാങ്ങുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കാലം. മന്ത്രിമാർക്കെതിരെ പോലും ആരോപണങ്ങൾ നിരന്തരം ഉയർന്നു വന്നിരുന്ന കാലം. ഹരിപ്പാട് മുഖ്യമന്ത്രിയും 4 മന്ത്രിമാരും പങ്കെടുക്കുന്ന റവന്യൂ ടവറിന്റെ തറക്കല്ലിടൽ ചടങ്ങിന്റെ ചെലവിനായാണ് ലക്ഷങ്ങൾ പിരിച്ചുകൂട്ടുന്നത്. താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, എക്സൈസ് ഓഫീസ് കൂടാതെ കോൺഗ്രസിന്റെ നേതാക്കളും ഇവിടെ വ്യാപകമായി പിരിവ് നടത്തിവരുന്നു. ഒരു വില്ലേജിൽ നിന്നും 2 ലക്ഷം രൂപ വീതം പിരിക്കാനാണ് ജില്ലാ കളക്ടർ ചെയർമാനായുള്ള സ്വാഗത സംഘം താലൂക്ക് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാർത്തികപ്പള്ളി താലൂക്ക് ഓഫീസർ VD ലതാമ്മ. നാളത്തെ ചെലവിനും കാര്യങ്ങൾക്കുമായിട്ടാണോ? 5 മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. മുഖ്യമന്ത്രി വരുന്നതല്ലേ, കൊടുത്ത് 1000 രൂപ വാങ്ങിച്ചിട്ട് 1000 രൂപയ്ക്ക് രസീത് കൊടുത്താണ്. 1 മുതൽ 5 അംഗങ്ങൾ വരെയുള്ള ഒരു കുടുംബത്തിന് പരമാവധി കൈവശം വയ്ക്കാൻ കഴിയുന്ന ഭൂപരിധി 15 ഏക്കർ ആണെന്നിരിക്കെ റവന്യൂ മന്ത്രിയുടെ 4-അംഗ കുടുംബം 24.74 ഏക്കർ ഭൂമിയാണ് കൈവശം വെച്ചിരിക്കുന്നത്. വനം മാഫിയകൾക്ക് അനുകൂല തീരുമാനമെടുത്തതിന്റെ പേരിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സസ്പെൻഷനും തുടർന്ന് തരം താഴ്ത്തലും നേരിട്ട ഉദ്യോഗസ്ഥനെയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ഥാനക്കയറ്റം നൽകി അടൂർ RDO ആയി നിയമിച്ചത്. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ 1 മാസത്തിനിടയ്ക്ക് ഇവിടെ ഭൂമാഫികളെ സഹായിക്കാൻ, നിലത്തിലെല്ലാം മണ്ണിടാൻ, അതുപോലെ ചില പാറ കോറി ഉടമകളെ സഹായിക്കാൻ, ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമി ചില ആളുകൾക്ക് പതിച്ചു കൊടുക്കാൻ ഒക്കെയുള്ള നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് RDOയുടെ മാറ്റം. കോഴിക്കോട് കലക്ട്രേറ്റ്, വടകര, കൊയിലാണ്ടി, കോഴിക്കോട് താലൂക്ക് ഓഫീസ് എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട ഓഫീസുകളിൽ നിന്നാണ് വ്യാപകമായി ജീവനക്കാരെ സ്ഥലം മാറ്റിയത്. 32 ഡെപ്യൂട്ടി തഹസിൽദാർമാർ, 70 വില്ലേജ് ഓഫീസർമാർ, 131 ക്ലർക്കുമാർ എന്നിങ്ങനെ 233 പേരെയാണ് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ഹൈടെക് IT പാർക്കുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് എറണാകുളം വടക്കൻ പറവൂർ പുത്തമ്പേലിക്കര വില്ലേജിൽ 95.44 ഏക്കർ ഭൂമിക്കും തൃശൂർ ജില്ലയിലെ മടത്തുംപടി വില്ലേജിലെ 32.41 ഏക്കർ സ്ഥലത്തിനും ഭൂപരിധിയിൽ ഇളവ് നൽകി ഉത്തരവിറക്കിയത്. മന്ത്രിതലങ്ങളിൽ വലിയ അഴിമതിയുടെ ഭാഗമായാണ് പുറത്തിറങ്ങിയതെന്ന പ്രതിപക്ഷ ആക്ഷേപം നിലനിൽക്കുകയാണ് റവന്യൂ വകുപ്പ് വീണ്ടും പ്രസ്തുത വിഷയത്തിൽ ഉത്തരവുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ട്. പട്ടയമില്ലാത്ത, ഭൂമിയില്ലാത്ത ഒരു കുടുംബം പോലും അവശേഷിക്കരുത്, അവർക്ക് മുഴുവൻ ഭൂമി നൽകണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. കേരളത്തിലെ നിയമങ്ങളും ചട്ടങ്ങളുടെയും ഭാഗമായിട്ടാണ്
അർഹരായ മനുഷ്യരുടെ ഭൂമി ലഭിക്കാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് ഭൂമി ലഭ്യമാക്കാൻ നിയതമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചട്ടങ്ങളിലും നിയമങ്ങളിലും പോലും ഭേദഗതി വരുത്താൻ ഒരു മടിയും ഉണ്ടാകില്ല എന്ന വിശാലമായിട്ടുള്ള നയമെടുത്തുകൊണ്ടാണ് ഭൂരഹിതരില്ലാത്ത കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തയ്യാറെടുത്ത് മുന്നോട്ട് പോയത്. നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും കേരളം പ്രിയ കേരളം. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കഴിഞ്ഞ 9.5 വർഷത്തിനകം വിതരണം ചെയ്തത് 4,13,000 പട്ടയങ്ങൾ. ഒരിടത്തു പോലും പരാതി ഉണ്ടായില്ല. ഒരാൾ പോലും ഭൂമി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും പട്ടയ വിതരണത്തിൽ ചരിത്ര നേട്ടമാണ് കേരളം കൈവരിച്ചത്. പ്രത്യേകിച്ച് രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് 2016-2021 കാലത്ത് 1,77,011 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വിതരണം ചെയ്തതാകട്ടെ 2,33,989 പട്ടയങ്ങൾ. സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ ഇന്ന് മനസ്സാ നമിക്കുന്നു. സർക്കാരിന്റെ കരുതൽ സ്പർശമേറ്റവരുടെ വാക്കുകളാണിത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം വെച്ചാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലക്ഷക്കണക്കിന് ഭൂരഹിതരുള്ള ഒരു നാട്ടിൽ ഏക്കർ കണക്കിന് ഭൂമി കയ്യിൽ വെച്ച് ഗവൺമെന്റിനെ കബളിപ്പിക്കാനും പറ്റിക്കാനുമാണ് ശ്രമം നടത്തുന്നുള്ളതെങ്കിൽ അത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും ആ ഭൂമി പിടിച്ചെടുത്ത് ഈ നാട്ടിലെ ഭൂരഹിതരായ മനുഷ്യർക്ക് വിതരണം ചെയ്യാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു മടിയും ഉണ്ടാകില്ല. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പഴയതുപോലെയല്ല. ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ നാട്ടിൽ വരണ്ട, പോക്കുവരവ് നടത്താനും തണ്ടപ്പേര് പിടിക്കാനും നാട്ടിൽ വരണ്ട. മുംബൈ മലയാളികൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മുംബൈയിലെ വീട്ടിലിരുന്ന് നാട്ടിലെ ഭൂമിയുടെ നികുതി അടയ്ക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സേവനങ്ങൾ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ. ഒന്നാമതാണ് നമ്മൾ, ഇത് കേരളം, നവകേരളം. അവരവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഏറ്റവും യൂസർ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെ ആ നടപടികൾ നടത്താനുള്ള അവസരത്തിലേക്ക് കേരളം വരുന്നത്. അതോടൊപ്പം തന്നെ കേരളം 987 ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയെടുത്തതുപോലെ ILDM ഉപയോഗിച്ചുകൊണ്ട് കേരളം സമ്പൂർണ്ണമായ റവന്യൂ സാക്ഷരതയിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങൾക്കും തുടക്കം കുറിച്ചു. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അവരുടെ മൊബൈൽ ഫോണിലൂടെ റവന്യൂ സേവനങ്ങൾ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും മറുപടി വാങ്ങാനും അറിയുന്ന വിധത്തിൽ ഒരു വീട്ടിൽ ഒരാളെയെങ്കിലും റവന്യൂ സാക്ഷരനാക്കാൻ, അപേക്ഷകൾ കൊടുക്കാൻ, ഓൺലൈനിലൂടെ സംവദിക്കാൻ കഴിയും വിധം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. റവന്യൂ വകുപ്പ് മുഖേനയുള്ള ഭൂരിഭാഗം സേവനങ്ങളും ഡിജിറ്റലായാണ് നൽകി വരുന്നത്. എന്നാൽ ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് സംസ്ഥാനത്തെ 60% ജനങ്ങളും ഡിജിറ്റൽ സാക്ഷരരല്ല എന്നത് ഒരു പ്രധാന തടസ്സമായി നിൽക്കുന്നു. മറികടക്കാൻ റവന്യൂ സാക്ഷരത എന്ന ദൗത്യത്തിന് സർക്കാർ രൂപം നൽകി. സംസ്ഥാനത്തെ ഒരു പൗരന് ഒരു തണ്ടപ്പേർ എന്ന ലക്ഷ്യത്തോടെ യുണീക്ക് തണ്ടപ്പേർ നടപ്പാക്കി. ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ കേരള ചരിത്രത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും യുണീക്ക് തണ്ടപ്പേര്. സർക്കാർ ഭൂമി ഭൂമാഫിയയ്ക്ക് പതിച്ചു കൊടുത്തിരുന്ന കാലം, സർക്കാർ ഭൂമി കയ്യേറുമ്പോൾ ഉദ്യോഗസ്ഥർ കണ്ണടച്ചിരുന്ന കാലം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. മന്ത്രിമാർക്ക് എതിരെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്ന കാലം എല്ലാം മാറി. കഴിഞ്ഞ 9 വർഷത്തിന് ഇടെ എന്ന് വെച്ചാൽ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു അഴിമതി വാർത്ത പോലും റവന്യൂ വകുപ്പിനെതിരെ ഉയർന്നു വന്നില്ല. ഇത് LDF സർക്കാരിൻ്റെ നേട്ടമാണ്. LDF സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇനിയും തുടരണം LDF സർക്കാർ.
തയ്യ തയ്യാറ തയ്യത്തോ തയ്യ തയ്യാറ തയ്യത്തോ തയ്യ തയ്യാറ